ഇന്നും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. രാവിലെ മഴ പെയ്തപ്പം ഞാനും അനിയനും കൂടെ ബൈക്ക് എടുത്തങ്ങ് ഇറങ്ങിയതാണ്. ഒരു ചായ കുടിക്കണം, തിരിച്ചു വരണം. ഇത്ര ഉണ്ടായിരുന്നുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രാവൽ പാർട്ണർ ഇവനാണ്. കാരണം എങ്ങോട്ട് പോകണമെങ്കിലും അവൻ റെഡിയാണ്. എങ്കിൽ പിന്നെ കുട്ടിക്കാനത്ത് നേലപ്പാറയ്ക്ക് പോകുന്ന വഴി റൈറ്റിലേക്കൊരു വഴി കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു വഴി പോകുമ്പോൾ തോന്നിയിട്ടുണ്ട് ആ വഴി ചുമ്മാ കയറി പോകണമെന്ന്. എന്നാൽ പിന്നെ ഈ പോക്ക് അങ്ങോട്ടാക്കിയേക്കാന്ന് ഓർത്തു. നേലപ്പാറ ടൗണിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് വേണം ആ വഴി പോകാനായിട്ട്. ആ കാണുന്നതാണ് ഏലപ്പാറ ടൗൺ. പെട്രോൾ ഫില്ല് ചെയ്ത് തിരിച്ച് ആ റൂട്ടിലേക്ക് പോവാം. ഏലപ്പാറയിൽ നിന്ന് പാമ്പനാർക്ക് പോകുന്ന വഴിയാണിത്. ഇടുക്കിയിൽ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത മറ്റൊരു റൂട്ടാണിത്. ഇതിലേ പോകുമ്പം വലുതും ചെറുതുമായിട്ടുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളും പൂക്കളും അടിപൊളി കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്തോന്നെന്ന് പറഞ്ഞുകൂടാ. തോട്ടം തൊഴിലാളി താമസിക്കുന്ന ലയങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടുന്ന് ജസ്റ്റ് മുമ്പിലേക്ക് പോകുമ്പം ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം. ഇതുപോലെ അടിപൊളി കാഴ്ചകൾ കുറേ ഈ റൂട്ടിലുണ്ട്. ഞങ്ങൾ അടുത്ത സ്പോട്ട് നോക്കി വണ്ടി വിട്ടു. അപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ആ ദൂരെ കാണുന്നത് കുട്ടിക്കാനത്ത് മരിയൻകുളയാണ് കേട്ടോ. പിന്നെ ഇടുക്കിയിൽ ഇങ്ങനെ ഉള്ളിലേക്കുള്ള വഴികളൊക്കെ കണ്ട ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം കുറേ അടിപൊളി കാഴ്ചകൾ ഇവിടെ ഉണ്ടാവും. താഴെ ചെറിയൊരു അരുവി കണ്ട് ചുമ്മാ അങ്ങോട്ടൊന്ന് പോയേക്കാന്ന് ഓർത്തു. എനിക്ക് തോന്നുന്നു ഈ യാത്ര കുറച്ചുകൂടി അടിപൊളിയാക്കി തന്നത് ഈ കാണുന്ന കുറേ പൂക്കളാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ചെടിപ്രാന്തനായത് കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൽ ആദ്യം ഉടക്കുന്നത് ഈ ചെടികളും പൂക്കളും ഒക്കെ ആയിരിക്കും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ സജീവമായിരുന്നു. അടുത്ത കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വണ്ടി വിട്ടു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ കാണുന്ന ഷോപ്പ് കണ്ടത്. എന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ചായ കുടിച്ചേക്കാൻ പറ്റും. സംഭവം കൊള്ളാം. ഇവിടെ ഇങ്ങനൊരു കഫേ ഒട്ടും പ്രതീക്ഷിച്ചല്ല. 2 ചായയും 2 പഴംപൊരിക്ക് ഓർഡർ കൊടുത്തു. നല്ല മഴയും നല്ല ചായയും കോടമഞ്ഞും, അടിപൊളി. ചായ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവിടുന്ന് ഒരു പാക്കറ്റ് തേയിലപ്പൊടിയും വാങ്ങി ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ വണ്ടി വിട്ടു. നല്ല മഴയും തുടങ്ങി. ഇടുക്കിയിൽ ഇങ്ങനെ അധികം ആരും കാണാത്ത അല്ലെങ്കിൽ കാണാൻ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടിപ്പ് പറയാം. നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുമ്പം ആ സ്ഥലം മാത്രം ടാർഗറ്റ് ചെയ്ത് പോയിരിക്കുക. പോകുന്ന വഴികൾ എൻജോയ് ചെയ്യുക. നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ വണ്ടി നിർത്തുക. അങ്ങോട്ടിറങ്ങി അവിടുത്തെ കാഴ്ചകൾ കാണുക.
അപ്പം ഇതുപോലെ കാഴ്ചകൾ വിട്ടുപോകാതെ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റും.